ഹലോ, ഞാനിന്നൊരു റെസിപ്പി വീഡിയോ ആണ് കാണിക്കുന്നതെങ്കിലും പറയുന്നത് കുഞ്ഞുങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങളുള്ള അമ്മമാർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് കുറേ പേര് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് കുട്ടികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമാണ്, അതായത് അറിയാനായിട്ട് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പുണ്ടായ ഒരു അനുഭവം ഇവിടെ ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ അതെന്താണെങ്കിൽ കുട്ടികൾക്ക് പനി വരുമ്പോഴുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോൾക്ക് ഒട്ടും പനിയൊന്നും വരാത്തൊരു കുട്ടിയായിരുന്നു ഒരു 3 വയസ്സൊക്കെ വരെ. പക്ഷേ 4 വയസ്സായപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ പനിയായി, ഇടയ്ക്കിടയ്ക്ക് പനി വരലായി. അതിപ്പോൾ എല്ലാ കുട്ടികൾക്കും ഉള്ളതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ സമയത്ത് പനി വന്നപ്പോൾ ഒരു ദിവസം അവൾ സാറ്റർഡേസ് എൻ്റെ വീട്ടിൽ ചെന്ന് നിൽക്കാറുണ്ട്. അപ്പോൾ അന്ന് പനി ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞയക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൾക്ക് പോകണം എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ എന്നാൽ ശരി കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ പനിയൊക്കെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞയച്ചപ്പോൾ മരുന്ന് പാരസെറ്റമോളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ പാരസെറ്റമോൾ 250ൻ്റെ പാരസെറ്റമോളാണ് ശരിക്കും അവൾക്ക് വേണ്ടത്, 250 mgയുടെ. പക്ഷേ 500 mgയുടെയാണ് അവരന്ന് മരുന്ന് വാങ്ങിക്കാൻ പോയപ്പോൾ തന്നത്. എന്നിട്ട് അവർ പറഞ്ഞത് എന്താണെങ്കിൽ അത് പകുതി കൊടുക്കണം, നമ്മൾ സാധാരണ കൊടുക്കുന്ന അളവിനേക്കാളും പകുതി കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ആ പാരസെറ്റമോൾ തന്നയച്ചത്. അപ്പോൾ ഞാൻ കുട്ടീനെ വീട്ടിൽ കൊണ്ടാക്കിയപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഇന്ന അളവിലാണ് മരുന്ന് കൊടുക്കേണ്ടത്, ഫോണിൽ കൂടിയാണ് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇത്ര ml എന്ന് പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഇത്രാമത്തെ വര, 1ാമത്തെ വരയുടെ പകുതി അങ്ങനെയാണ് പറഞ്ഞത്. ആകെ ഒരു 1.5 ml മരുന്നാണ് അവൾക്ക് കൊടുക്കേണ്ടതായിരുന്നത്. പക്ഷേ എന്താ പറ്റിയതെന്ന് വിചാരിച്ചാൽ അമ്മ വരയുടെ അളവ് നോക്കിയപ്പോൾ അത് താഴത്തെ വരയ്ക്ക് പകരം മുകളിലത്തെ വരയായിപ്പോയി. അതായത് 1.5 ml മരുന്ന് കഴിക്കേണ്ട കുട്ടി ഒരു 7 ml മരുന്ന് കഴിച്ചു. അങ്ങനെ അവൾ 2 നേരമായിട്ട് അത്രയ്ക്കും മരുന്ന് കഴിച്ചു. അത് ഞാൻ അറിഞ്ഞിരുന്നില്ല, കാരണം കുട്ടിക്ക് യാതൊരു സിംറ്റംസും ഉണ്ടായിരുന്നില്ല. അവൾക്ക് പനിയൊക്കെ കുറഞ്ഞു, അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ പിറ്റേ ദിവസം വൈകുന്നേരം ഞാൻ മരുന്ന് കൊടുക്കാനെടുത്തപ്പോൾ അവൾ പറഞ്ഞു, അമ്മ എന്താ എനിക്ക് ഇത്ര കുറച്ച് മരുന്ന് തരണേ, മരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പറഞ്ഞു, എന്താ ഇത്ര കുറവ് മരുന്ന് തരുന്നത്, അമ്മ എനിക്ക് മുഴുവൻ, അതായത് ആ ഒരു നമ്മുടെ അളവ് പാത്രം മുഴുവനായിട്ടുള്ള മരുന്ന് തന്നിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ, ദൈവമേ, മുഴുവനായിട്ടുള്ള മരുന്ന്, അത് 250 mgയുടെ പോലും അല്ല, 500 mgയുടെ മരുന്നാണ്, അത്രയും കഴിച്ചാൽ ഞാൻ ആകെ പാനിക്കായി. എനിക്ക് ഓൾറെഡി അറിയാം പാരസെറ്റമോൾ അങ്ങനെ അളവിലും കൂടുതൽ കഴിക്കരുതെന്ന്, പക്ഷേ അതുകൊണ്ടുള്ള ദോഷങ്ങളൊന്നും എനിക്ക് അത്ര കറക്റ്റായിട്ട് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അനുമോളുടെ എൻ്റെ അനിയത്തിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഡോക്ടറാണ്, അവളുടെ അടുത്ത് കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ അവൾ പറഞ്ഞത് എന്താണെങ്കിൽ മരുന്ന് പാരസെറ്റമോൾ ഇപ്പോൾ വലിയ ആൾക്കാർ കഴിക്കണ അത്ര അളവാണ് മോൾ കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വേഗം തന്നെ ഹോസ്പിറ്റലിൽ പോയിക്കോളൂ. ഇനി അവിടെ പോയിട്ട് അവരെന്താ പറയണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. പാരസെറ്റമോൾ ലിവറിനെയാണ് എഫക്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ വേഗം തന്നെ ചേച്ചി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ ആ ഞായറാഴ്ച രാത്രിയാണ് കൊണ്ടുപോയത് ഡോക്ടറെ അടുത്തേക്ക്, ഹോസ്പിറ്റലിലേക്ക്. അവിടെ ചെന്നപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെങ്കിലും ഞാനിങ്ങനെ പറഞ്ഞു ഇത്ര എമൗണ്ടൊക്കെയാണ് കഴിച്ചതെന്നൊക്കെ പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞത് എന്തായാലും ICUവിൽ അഡ്മിറ്റ് ചെയ്യണം, 24 മണിക്കൂറിന് ശേഷം എന്തെങ്കിലും പറയാൻ പറ്റുമെന്നാണ്. അന്ന് ഞാൻ ICUവിലേക്ക് എങ്ങനെ നടന്നിരുന്നതെന്ന് എനിക്ക് അറിയില്ല. അത് ലിവറിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് പറയണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും എന്നാണ് അവരെന്നോട് പറഞ്ഞത്. അന്ന് ഞാൻ എങ്ങനെയൊക്കെയോ കുട്ടീനെയും കൊണ്ട് ICUവിൻ്റെ ഉള്ളിലേക്ക് പോയി. അവൾക്കാണെങ്കിൽ പനി പിന്നെയും കൂടി, മരുന്ന് കൊടുക്കാൻ പറ്റില്ല, കാരണം ഓൾറെഡി ഇത്രയും പാരസെറ്റമോൾ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി മരുന്ന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവളെ നനച്ച് തുടയ്ക്കൽ മാത്രമേ ഈ പനി പോകാനായിട്ട് ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞു. മുക്കി തുടയ്ക്കുക, നനച്ച് തുടയ്ക്കുക. അവൾക്ക് നല്ല ഒറ്റ കുട്ടികൾക്ക് അങ്ങനെ കംഫർട്ടബിൾ അല്ലല്ലോ ഈ രാത്രിയൊക്കെ ഇരുന്ന് ഇങ്ങനെ തുടയ്ക്കുക എന്ന് പറയുമ്പോൾ. അങ്ങനെ തുടച്ച് ICUവിൻ്റെ ഉള്ളിലാണെങ്കിൽ ഞാനും മോളും മാത്രം, വേറെ ആർക്കും അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ വാശി വേറെ. ഞാൻ ആ രാത്രി ഇങ്ങനെ കഴിച്ചു കൂട്ടിയെന്ന് എനിക്കറിയില്ല. എന്നിട്ട് പിന്നെ അവർ ടെസ്റ്റിന് അയച്ചു. ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ വലിയ കുഴപ്പങ്ങളില്ല. ചെറുതായിട്ട് പാരസെറ്റമോളിൻ്റെ അളവ് കൂടുതലുണ്ട് ബ്ലഡിൽ, എന്നാലും ഒരുപാട് കൂടുതലില്ല. അപ്പോൾ
ഡോക്ടർ പറഞ്ഞു 3 ദിവസം എന്തായാലും ഒബ്സർവേഷനിൽ കിടത്തണം. പിന്നെ അവർ അതിനെ ആൻറ്റി മെഡിസിൻ പാരസെറ്റമോളിന് എഫക്റ്റ് ഇല്ലാതാക്കാനുള്ളൊരു മെഡിസിൻ അത് എന്തായാലും കൊടുക്കണം 3 ദിവസം. അപ്പോൾ അതിന് വേണ്ടി അവിടെ അഡ്മിറ്റ് ആക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ അഡ്മിറ്റായി, അങ്ങനെ മരുന്നൊക്കെ കൊടുത്തു, ആൾ ഓക്കെ ആയി. അതിന് ശേഷമാണ് നമ്മൾ ഡിസ്ചാർജ് ചെയ്തത്. അപ്പോൾ പാരസെറ്റമോൾ കൊടുക്കുമ്പോൾ പാരസെറ്റമോൾ നമുക്ക് പനിക്ക് കൊടുക്കാവുന്ന മരുന്ന് തന്നെയാണ്. പക്ഷേ അതിൻ്റെ അളവ് എല്ലാവരും ശ്രദ്ധിച്ചിട്ട് തന്നെ കൊടുക്കണം കേട്ടോ. ഡോക്ടർമാർ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇത്ര കുട്ടികൾക്ക് ഇത്ര അളവിന് വെയിറ്റിനനുസരിച്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ശ്രദ്ധിക്കണേ. പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത് 2 സോസ് പറഞ്ഞൊരു ചിക്കനാണ്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. റെസിപ്പി വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തായാലും എല്ലാവരും തയ്യാറാക്കി നോക്കണേ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എല്ലാവരും മനസ്സിൽ വെക്കണം കേട്ടോ. പാരസെറ്റമോൾ കൊടുക്കുമ്പോൾ എന്തായാലും ശ്രദ്ധിച്ചിട്ട് വേണം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ താങ്ക്